ഹെബ്രായർ 12 പറയുകയാണ്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. ദൈവകൃപ ആർക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഈ ചീലാന്തിയുടെ വേര് ചില ഫൗണ്ടേഷൻ ഇളക്കുന്നത് പോലെ ചില ആലിൻ്റെ വേര് കോൺക്രീറ്റ് ഭിത്തികൾ തകർക്കും. മനുഷ്യൻ വിദ്വേഷത്തിൻ്റെ വേര് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ ജീവൻ അപഹരിക്കും, രോഗിയാക്കും, മരണത്തിലേക്ക് നയിക്കും, ജീവൻ അപഹരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സർവശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പത്രവാർത്ത കണ്ടോ? 2016 സെപ്റ്റംബർ മാസം 3-ാം തീയതി വന്നാണ്. കണ്ണുനീര് കൊണ്ട് പാപം കഴുകി മാപ്പ് ചോദിച്ചു സമന്തർ. വീണ്ടും ഓടിക്കൊണ്ടിരുന്ന വണ്ടി ഇങ്ങനെ തടഞ്ഞു നിർത്തി. സമന്തർ എന്ന് പറഞ്ഞൊരു മലയാളി, ഒരു ഹിന്ദിക്കാരൻ, മലയാളിയായ റാണി മരിയ എന്ന് പറഞ്ഞൊരു പാവം കന്യാസ്ത്രീയെ അമ്പലത്തിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിച്ചിട്ട് തേങ്ങ പൊട്ടിച്ചിട്ട് ഓരോരുത്തർക്കും തേങ്ങാപ്പൂൾ കൊടുക്കുമ്പോൾ റാണി മരിയ എന്ന കന്യാസ്ത്രീ ചോദിച്ചു, എന്താ മോനെ, എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ട് സിസ്റ്ററെ, ഞാൻ സിസ്റ്ററിനെ കൊല്ലാൻ പോയാ. കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് നീണ്ട 54 കുത്തുകൾ ശരീരത്തിൻ്റെ മെയിൻ സ്ഥലങ്ങളെല്ലാം കുത്തി ഇറക്കി. കണ്ണ് രണ്ടും ചുഴുന്നെടുത്ത് മരിച്ചെന്നുറപ്പിച്ച് റാണി മരിയയുടെ ശരീരത്തെ വണ്ടിയിൽ നിന്നും പുറത്തിട്ടിട്ട് ഇൻഡോർ ജയിലിലേക്ക് സമന്തർ പോയി. ഇത് അനിയത്തി സിസ്റ്റർ സെൽമിയാണ്. ശവസംസ്കാര ചടങ്ങിൽ സിസ്റ്റർ ചേച്ചിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത വിധത്തിൽ വിതുമ്പി കരഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിച്ചു, ഈശോ, എൻ്റെ ചേച്ചി ഇത്രമാത്രം പീഡനമേറ്റ് കിടന്ന് മരണത്തോടടുത്ത് മല്ലടിച്ച് മരിക്കുന്ന സമയത്ത് എന്തേ ആരെങ്കിലും ഒരാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വിടാഞ്ഞത്? എന്താ എൻ്റെ ചേച്ചി ഇങ്ങനെ മരിക്കാൻ അനുവദിച്ചത്? എന്നോട് നേരിട്ട് ഫോണിലൂടെ സിസ്റ്റർ സെൽമി പറഞ്ഞതാണ്. ഞാനിത് വിളിച്ച് ചോദിച്ചായിരുന്നു അനുഭവം. അമാനുഷ്യമായൊരു സ്വരം കേട്ടെന്നാണ് പറയുന്നത്. ആരാ നിൻ്റെ ചേച്ചി തനിച്ചായിരുന്നെന്ന് പറഞ്ഞത്? നിൻ്റെ ചേച്ചി മരണവേദന എടുക്കുന്ന ആ സമയം മുഴുവനും ഞാനും എൻ്റെ അമ്മയും നിൻ്റെ ചേച്ചീനെ ആശ്വസിപ്പിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. തക്ഷണം സമന്തറിനോട് ക്ഷമിച്ചെന്നാണ് പറയുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ചേച്ചി സ്വർഗത്തായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് ഇൻഡോറിൽ ചെന്ന് ജയിലിൽ ചെന്ന് അധികാരികളെ കണ്ട് സമന്തറിൻ്റെ കയ്യിൽ രാഖി കെട്ടിയിട്ട് പറഞ്ഞു, സമന്തർ, ഇന്ന് മുതൽ നീ എൻ്റെ സഹോദരനാണ്. വാർദ്ധക്യത്തിലെത്തിയ അപ്പനും അമ്മയും മകനായി സ്വീകരിച്ചു, സ്വന്തം മകളെ കൊന്ന കൊലപാതകിയെ. എന്നിട്ട് ജയിൽ ശിക്ഷ ഇളവ് ചെയ്തു. സമന്തർ ജയിൽ ശിക്ഷ മോചിതനായതിന് ശേഷം ആദ്യം ചെന്നത് ആലുവായിൽ പുല്ലുവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് റാണി മരിയ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. റാണി മരിയ സിസ്റ്ററിൻ്റെ റൂമിൽ ചെന്ന് തലയിട്ടടിച്ച് കൈയിട്ടടിച്ച് മാടപ്രാവിനെ കൊത്തിയെരിഞ്ഞ കരങ്ങളാണെന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ഷാലോം TV-യിലൂടെ അനേകർ കണ്ട് നിലവിളിച്ചു. പ്രായമായ അപ്പനും അമ്മയും തോളിൽ കൈയിട്ട് സ്വന്തം മകളെ 54 കുത്തുകൾ കുത്തി കണ്ണ് ചുഴുന്നെടുത്ത് കൊലപ്പെടുത്തിയ മകനെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മോനെ കരയല്ലേ നീ, എൻ്റെ മകൾ റാണി ഈശോയുടെ അടുത്താണെങ്കിൽ എന്താ, ഒരു മകനെ തന്നിട്ടല്ലേ പോയത്. അങ്ങനെയാണ് 2016 വരുമ്പോൾ പത്രക്കാർ ചോദിച്ചു, സമന്തറെ, നിനക്ക് അവിടെ പോകാൻ പേടി തോന്നുന്നില്ലേ? സമന്തർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കും ആരെ വേണമെങ്കിലും എപ്പോഴും കൊല്ലാം. ഒരു കൊലപാതകിയെ മകനായി സ്വീകരിക്കാൻ ലോകത്തിൻ്റെ മക്കൾക്ക് കഴിയില്ല, അത് യേശുവിൻ്റെ മക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ.